തേങ്കുറിശ്ശി ഇലമന്നത്തെ ദുരഭിമാന കൊല. അനീഷിന്റെ വീട്ടിലെത്തി ശശികല ടീച്ചർ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ഭാര്യയുടെ അച്ഛനും അമ്മാവനും കൊലപ്പെടുത്തിയ തേങ്കുറിശ്ശി ഇലമന്നത്തെ അനീഷിന്റെ വീട്ടിൽ ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികല ചൊവ്വാഴ്ച വൈകുന്നേരമാണ് എത്തിയത്. അനീഷിന്റെ ഭാര്യ ഹരിതയെയും കുടുംബക്കാരെയും ശശികല ആശ്വസിപ്പിച്ചു. ചെറിയ പൈസ പൈപ്പ് സാധാരണ പഞ്ചായത്തിലൊക്കെ ഒരു കുട്ടിയുണ്ട് 1.5 2 അതിലൊരു കത്തിയും അവരൊന്നുമില്ല. കള്ളുപിടി ഫ്രോഡ്. അവൻ ഈ കൊട്ടേഷത്തിൻ്റെയൊക്കെയാണ് പറയുന്നത്. കള്ളു പിടിക്കുക, കഞ്ചാവ് പിടിക്കുക, നാട്ടുകാർ ആള് വലിയ സംഭവമല്ല. പിന്നെ അവൻ കൊടുവയിൽ കുറെ ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല കൊടുവയിൽ. ഇത് ദുരഭിമാന കൊലയല്ല, ദുർവാശിയുടെ ഭാഗമായുണ്ടായ കൊലപാതകമാണ്. പരാതി ലഭിച്ച ഉടനെ മുൻകരുതലെടുത്തിരുന്നെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. കൊലപാതകികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. ഇനി ഇതുപോലൊരു കൊലപാതകം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് നടപടിയും ജാഗ്രതയും എടുക്കണമെന്നും ശശികല പറഞ്ഞു. ഇത് തികച്ചും ദൗർഭാഗ്യകരമായൊരു സംഭവം. മാധ്യമങ്ങളൊക്കെ ദുരഭിമാന കൊല എന്നൊരു പേര് പറയുമ്പോൾ നമുക്ക് ഈ അഭിമാനം എന്താണ് എന്നുള്ളൊരു ചെറിയ സംശയമാണ് ഇതിലൊക്കെ തോന്നണം. ഇതേതായാലും വടക്കമ്പാട്ടിൻ്റെ കാലഘട്ടമൊന്നുമല്ല. നേരിട്ട് വെട്ടി മരിച്ചില്ലെങ്കിൽ വീട്ടേക്ക് എന്നുള്ളൊരു മാനം തന്നെ എന്നൊക്കെ പറയണ പോലെ പക വെട്ടി തീർക്കണ ഒരു കാലഘട്ടമൊന്നുമല്ല ഇന്ന്. അപ്പോൾ ഇത് ദുരഭിമാന കൊല എന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് ദുർവാശിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സമൂഹത്തിൽ സംഭവിച്ച സാംസ്കാരിക അപജയത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായും ഇത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഇവിടെ ഇങ്ങനെ ഒരു വിവാഹം നടന്നു, അതിൻ്റെ പേരിൽ പരാതികളുണ്ട് അല്ലെങ്കിൽ ഭീഷണിയുണ്ട് എന്ന് പറയുമ്പോൾ 1-2 സംഭവങ്ങൾ കേരളത്തിൽ നടന്നതാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ കൂടുതൽ പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ തീർച്ചയായും അത് ഗൗരവത്തിലെടുക്കണമായിരുന്നു. ആ ഭീഷണി ഉണ്ട് എന്നുള്ളത് സ്റ്റേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഗൗരവത്തിലെടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ ഒരു പക്ഷെ സാധിക്കുമായിരുന്നു. അവിടെ ചെറിയൊരു അശ്രദ്ധ പറ്റി എന്നുള്ളത് ഇനി വരുന്ന സംഭവങ്ങളിലെങ്കിലും ഉണ്ടാകരുത് എന്നതിലേക്കുള്ള ഒരു സൂചനയായിട്ട് എടുക്കണം. ഇത് മാതൃകാപരമായി ശിക്ഷിക്കണം. ഒരു തരത്തിലുള്ള ഇളവും കിട്ടാത്ത വിധത്തിൽ, കാരണം സമൂഹത്തിന് വ്യക്തമായ ഒരു സൂചന തരുന്ന വിധത്തിൽ, ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന വിധത്തിൽ ഇത് ശിക്ഷിക്കപ്പെടണം. ഇത് കാരണം ഇനി കൂടുതൽ കുടുംബങ്ങളിലേക്ക് പലപ്പോഴും വിവാഹമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. ആ വിഷമങ്ങൾ ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നീങ്ങരുത്. ഇവിടെ മനസ്സിലാക്കുന്നത് ജാതിയേക്കാൾ ഉപരി ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ സാമ്പത്തികമായ ഒരു വിഷയം അതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന സംഭവങ്ങളിൽ ഒരു പാഠമായി മാറാൻ തീർച്ചയായും ഇതിന് നീതി കിട്ടണം. ആ പെൺകുട്ടിയോടൊപ്പം നമ്മളൊക്കെ ഉണ്ടാകണം, നമുക്ക് ആ കുടുംബത്തോടൊപ്പം നമ്മളൊക്കെ ഉണ്ടാകണം. അവർക്ക് ധൈര്യം പകർന്ന് കൊടുക്കണം. UTV ന്യൂസ്, പാലക്കാട്.